ഗുഡ് ഈസ് ദി എനിമി ഓഫ് ഗ്രേറ്റ്. ലോകപ്രശസ്ത അമേരിക്കൻ മാനേജ്മെന്റ് കൺസൾട്ടന്റും എഴുത്തുകാരനുമായ ജിം കോളിൻസ് വളരെ വ്യത്യസ്തമായ ഒരു ആശയവുമായിട്ടാണ് ഈ പുസ്തകത്തിലെ 1-ാം അധ്യായം ആരംഭിക്കുന്നത്. ഗുഡ് ഈസ് ദി എനിമി ഓഫ് ഗ്രേറ്റ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദമായ ആ അഭിപ്രായം. പലരും അദ്ദേഹത്തിന്റെ ഈ വിവാദ പ്രസ്താവനയെ എതിർത്തു. ഈ പുസ്തകം ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ തന്റെ കഴിഞ്ഞ പുസ്തകമായ ബിൽറ്റ് ടു ലാസ്റ്റിൽ ഉത്തരം കിട്ടാതെ പോയ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പേരുകേട്ട പല കമ്പനികളും കാലങ്ങളോളം തങ്ങളുടെ സ്ഥാനം നിലനിർത്തി പോരുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം തന്റെ ആദ്യ പുസ്തകമായ ബിൽറ്റ് ടു ലാസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലരും അദ്ദേഹത്തെ വിമർശന വിധേയമാക്കുകയും എല്ലാ കമ്പനികളുടെയും അവസ്ഥ ഒന്നുതന്നെയാണെന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ പുതിയ പുസ്തകമായ ഗുഡ് ടു ഗ്രേറ്റ് എന്ന പുസ്തകത്തിലൂടെ എങ്ങനെയാണ് പല പ്രശസ്തമായ കമ്പനികളും യഥാർത്ഥത്തിൽ ഇന്നത്തെ അവയുടെ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടതെന്ന് അദ്ദേഹം നമുക്ക് തുറന്നു കാട്ടിത്തരുന്നു. കോളിൻസ് ആദ്യമായി നമ്മളെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ മിടുക്കരായ സഹപ്രവർത്തകരെയും അവർ ഈ പുസ്തകരചനയ്ക്കാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ എപ്രകാരമാണ് കമ്പനികളെ തിരഞ്ഞെടുത്തതെന്നുമാണ്. അതിനായി അവർ തിരഞ്ഞെടുത്ത കമ്പനികൾ മിനിമം ഒരു 15 വർഷമെങ്കിലും നല്ല ആദായത്തോടെ പ്രവർത്തിച്ചു വരുന്നതാകണം എന്നൊരു നിബന്ധന വെച്ചു. ഈ ഗണത്തിൽപ്പെടാത്ത നീണ്ട കാലയളവിൽ തങ്ങളുടെ വിജയം ആവർത്തിക്കാൻ പോലും കഴിയാതിരുന്ന മറ്റു ചില കമ്പനികളെയും അവർ ഈ കൂട്ടത്തിൽപ്പെടുത്തി. പല കേസുകളിലും പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ടീം അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കമ്പനികളും പെട്ടെന്നുണ്ടായ വളർച്ചയിലൂടെയല്ല ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ്. കൊക്കക്കോള പോലെ ചില കമ്പനികൾ എന്നും എല്ലായ്പ്പോഴും ഗ്രേറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളാണ്. ഈ പുസ്തകം അത്തരം കമ്പനികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്നല്ല. ഈ പുസ്തകം വിവരിക്കുന്നത് ചില കമ്പനികൾ കുറേക്കാലം ഗുഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട് നല്ല പേര് സമ്പാദിച്ച ശേഷം പെട്ടെന്നൊരു ഉയർച്ചയിലേക്ക് കുതിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ അവ ഗ്രേറ്റ് എന്ന വിഭാഗത്തിൽ വിജയങ്ങൾ കൊയ്യുകയും ചെയ്യുന്നു. ഇതിനായി 1435 കമ്പനികളുടെ 40 വർഷത്തെ ചരിത്രം നിരീക്ഷണം നടത്തി. അവസാനം 28 കമ്പനികളെ ഒരു ലിസ്റ്റിൽപ്പെടുത്തി. എങ്കിലും അവസാനം ഇവയുടെ എണ്ണം 11 ചുരുങ്ങി. കോളിൻസിന്റെയും ടീമിന്റെയും മുന്നിൽ ഉദിച്ച ആദ്യ ചോദ്യം എങ്ങനെ ഈ കമ്പനികൾ ഈ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് അവർ കണ്ടെത്തിയ ഉത്തരം ലളിതവും പ്രായോഗികമായതും നേർവഴിക്കുള്ളതുമായിരുന്നു. ഗുഡിൽ നിന്ന് ഗ്രേറ്റിലേക്കുള്ള പരിണാമത്തിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ: അച്ചടക്കം എന്നത് മാത്രം. ഒരു ഗുഡ് കമ്പനിയെ ഗ്രേറ്റ് കമ്പനിയാക്കി മാറ്റാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 1. അച്ചടക്കമുള്ള ആളുകൾ. 2. അച്ചടക്കമുള്ള ചിന്ത. 3. അച്ചടക്കമുള്ള പ്രവർത്തനങ്ങൾ. ഇവയൊക്കെയാണ്. അച്ചടക്കമുള്ള ആളുകളെന്നാൽ ശരിയായ ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അവരുടെ യഥാർത്ഥ മികവ് കണ്ടെത്തി കമ്പനിയുടെ വിജയം ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്നു. അച്ചടക്കമുള്ള ചിന്ത സത്യസന്ധമായി, എന്നാൽ വസ്തുതകളിൽ നിന്നും വഴിതെറ്റാതെ ചിന്തിക്കുക എന്നർത്ഥം. അച്ചടക്കമുള്ള പ്രവർത്തനമെന്നാൽ എന്താണ് ഏറ്റവും അത്യാവശ്യമായി നേടേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും തിരിച്ചറിഞ്ഞു പെരുമാറുക എന്നതാണ്. ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത, ഗുഡിൽ നിന്ന് ഗ്രേറ്റിലേക്കുള്ള പ്രയാണത്തിൽ ഒരു ഫ്ലൈവീൽ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനാവും. അതുപോലെ 3 സർക്കിൾസ് എന്ന ആശയം ആക്കം അഥവാ മൊമെന്റം രൂപപ്പെടാൻ കാരണമാവുന്നു. അതിനുശേഷമുണ്ടാകുന്ന ഒരു തകർപ്പൻ പ്രകടനം കമ്പനിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരു കമ്പനിക്ക് ഫ്ലൈവീൽ എഫക്റ്റുകളുടെ വിജയത്തിന്റെ വേഗത നേടാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. എന്നാൽ ഒരിക്കൽ ഫ്ലൈവീൽ എഫക്റ്റുകളുടെ വിജയം നേടിക്കഴിഞ്ഞാൽ ആ വിജയം സ്ഥിരമായിരിക്കും. കമ്പനിയുടെ പിന്നീടുള്ള വർഷങ്ങളിൽ അത്യുഗ്രൻ പ്രകടനം കാണാൻ കഴിയും. ഈ പുസ്തകം ഗുഡിനെക്കുറിച്ച് മാത്രം വിവരണം നടത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഗ്രേറ്റിനെക്കുറിച്ച് വ്യക്തമായ വിവരണമുണ്ട്. മിക്കവാറും കമ്പനികളും ആളുകളും എല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് ഗുഡിനെ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഗുഡിലേക്ക് എത്തുന്നത്
താരതമ്യേന എളുപ്പമായ സംഗതിയാണ്. പല കമ്പനികളും ഗ്രേറ്റിനെക്കുറിച്ച് ചിന്തിക്കാറുപോലുമില്ല. ഇൻഡസ്ട്രിയിൽ ബെസ്റ്റാകാൻ അവർ ശ്രമിക്കാറുമില്ല. ഇത് മത്സരാർത്ഥികളുടെ മത്സരം എളുപ്പമാക്കി മാറ്റുന്നു. ഇടത്തരം എന്നൊരു വിഭാഗത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. കുറച്ചാളുകൾ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നു. അവർ സുഖവും സന്തോഷവും അനുഭവിക്കുന്നു. അതിനുശേഷം കോളിൻസ് വിവരിക്കുന്നത് രീതിശാസ്ത്രത്തിൻ്റെ 4 ഘട്ടങ്ങളെക്കുറിച്ചാണ്. അതിൽ 1-ാം ഘട്ടത്തെ ദി സെർച്ച് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അടുത്ത 15 വർഷത്തിനിടയിൽ 3-4 തവണ മാത്രം പൊതുമാർക്കറ്റിൽ സ്റ്റോക്ക് റിട്ടേൺ നൽകിയ കമ്പനികളെ നിരീക്ഷിച്ചു. അടുത്ത 15 വർഷം കൂടി അത്തരം കമ്പനികളുടെ സ്റ്റോക്ക് റിട്ടേൺ പരിശോധിച്ചപ്പോൾ അതിൽ പലതും ശരാശരിയോ അതിലും താഴെയോ ആണ് പ്രകടനം നടത്തിയത്. ഈ 2 പ്രാവശ്യം 15 വർഷത്തെ കമ്പനികളുടെ പുരോഗതി പരിശോധിച്ചപ്പോൾ കോളിൻസും ടീമും കണ്ടെത്തിയ ഒരു പ്രധാന വസ്തുത ഇവയ്ക്കു സംഭവിച്ച ക്രമാനുഗതമായ ഒരു മാറ്റമാണ്. ഒന്നാമത്തേത്, ഈ പുസ്തകത്തിലൂടെ കോളിൻസ് പ്രതിപാദിക്കുന്നത് ഗുഡ് ടു ഗ്രേറ്റ് എന്ന ഒരു ആശയത്തെക്കുറിച്ചാണ്. തന്റെ ആശയം തെളിയിക്കാനായി അദ്ദേഹം പല കമ്പനികളെയും കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. വാൾഗ്രീൻസ്, ഇൻടെൽസ് തുടങ്ങി പല പേരുകേട്ട കമ്പനികളെയും കുറിച്ച് ഗഹനമായ റിസർച്ച് നടന്നു. റിസർച്ച് ടീമിനെ തിരഞ്ഞെടുത്ത ശേഷം കോളിൻസ് പരിശോധന നടത്തിയത് കഴിഞ്ഞ 15 വർഷക്കാലമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രകടന നിലവാരം അനുസരിച്ച് ശരാശരിയോ അതിലും താഴെയോ ആയ ചില കമ്പനികളെക്കുറിച്ചാണ്. തുടർന്ന് വരും വർഷങ്ങളിൽ അവയ്ക്കുണ്ടാക്കാനിടയുള്ള മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നു. ഇതിനായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മിനിമം 3 തവണയെങ്കിലും സ്റ്റോക്ക് റിട്ടേൺസ് കാണിച്ച കമ്പനികളെ അദ്ദേഹം ശരാശരിക്ക് മുകളിൽ എന്ന് ഗ്രൂപ്പിൽപ്പെടുത്തി. കൂടാതെ കോളിൻസും കൂട്ടരും 15 വർഷം എന്ന കാലയളവിനെ ഭാഗ്യം നേടിയെടുക്കാനുള്ള ഒരു കാലമായി കണക്കുകൂട്ടി. അവസാനം ടീം അംഗങ്ങൾ 11 പ്രധാന കമ്പനികളെയും 6 ഉപകമ്പനികളെയും തങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തി. ഓരോ കമ്പനിയും വലിയ പ്രകടനമെച്ചം കാണിക്കാതെ തന്നെ ഗുഡ് ടു ഗ്രേറ്റ് എന്ന ഗണത്തിൽപ്പെടുത്താൻ കഴിഞ്ഞു. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല എങ്കിലും ഓരോ കമ്പനിയും തങ്ങളുടെ നിലവാരം പരമാവധി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. 11 കമ്പനികളെ നേരിട്ട് താരതമ്യം നടത്തി. ഇതിനു പുറമെ 6 കമ്പനികളെ പുതുതായി ഉൾപ്പെടുത്തി. അവ സ്ഥിരമായി വിജയം നേടുന്ന തരം കമ്പനികളായിരുന്നില്ല. കൂടാതെ കോളിൻസും ടീം അംഗങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലെ നിലവാരം അവലംബിച്ചാണ് തങ്ങളുടെ നിഗമനത്തിലെത്തിയത്. അതുകൊണ്ടുതന്നെ വ്യക്തമായി ഒരു വിജയത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് തീരുമാനിക്കാൻ അവരെക്കൊണ്ട് കഴിഞ്ഞില്ല. അതിനുശേഷം ടീം അംഗങ്ങൾ ഓരോ കമ്പനികളെയും കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തി. ഇതിനെയാണ് 2-ാം ഘട്ടം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഏതു കമ്പനികളുമായാണ് താരതമ്യം നടത്തുന്നത്? അതിനുള്ള മാനദണ്ഡം എന്തൊക്കെ? ഇതായിരുന്നു 2-ാം ഘട്ടത്തിന്റെ ലക്ഷ്യം. 3-ാം ഘട്ടമാകട്ടെ ആഴത്തിലുള്ള അവലോകനങ്ങളുടെ ഘട്ടമായിരുന്നു. എന്നാലും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനം അവർ ഒഴിവാക്കി. പകരം ലഭിച്ച വിവരങ്ങൾ വെച്ച് ഗുഡ് ടു ഗ്രേറ്റ് എന്ന ആശയം കണ്ടെത്തി. 4-ാം ഘട്ടമാവട്ടെ കുഴപ്പങ്ങളിലൂടെ സഞ്ചരിച്ച മഹത്തരമായ ഒരു ആശയത്തിലേക്ക് അവർ എത്തി. അങ്ങനെ ടീമിന് കണ്ടെത്തിയ അറിവുകൾ വെച്ച് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ ആശയങ്ങളുടെ ഒരു ചട്ടക്കൂട് നിർമ്മിക്കാൻ സാധിച്ചു. ആ ചട്ടക്കൂടിന് 3 പ്രധാന ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് പ്രക്രിയയാണ്. രണ്ടാമത്തേത് ഘട്ടങ്ങളാണ്. മൂന്നാമത്തേതാകട്ടെ ഫ്ലൈവീൽ എന്ന ആശയമാണ്. ആദ്യ വിഭാഗത്തിൽ ഒരേ വ്യവസായ മേഖലയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന മെച്ചപ്പെട്ട കമ്പനികളായിരുന്നു. പക്ഷേ അവയൊന്നും ഒരു തരത്തിലുള്ള പരിണാമങ്ങൾക്കും വിധേയമായിട്ടില്ലാത്തവയായിരുന്നു. രണ്ടാമത്തെ വിഭാഗമാവട്ടെ ഒരൊറ്റ കുതിച്ചുചാട്ടത്തിലൂടെ വലിയ വിജയങ്ങൾ കൊയ്തവയായിരുന്നു. പക്ഷേ അവയ്ക്കൊന്നിനും പിന്നീടുള്ള കാലയളവിൽ ആ വിജയം നിലനിർത്താൻ കഴിയാതെ പോയി. അവസാനം കോളിൻസിന്റെ ടീം മൊത്തമായി 28 കമ്പനികളെ ആഴത്തിലുള്ള പഠനവിധേയമാക്കുകയും വിവിധ വിശകലനങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും മറ്റു വിവരശേഖരണ മാർഗങ്ങളിലൂടെയും കമ്പനികളുടെ പരിണാമത്തിന്റെ കാരണം കണ്ടെത്തുകയും ചെയ്തു. ഈ റിസർച്ചിന്റെ മുഴുവൻ വിവരങ്ങളും ഈ പുസ്തകത്തിന്റെ ആമുഖത്തിലുണ്ട്. സ്വന്തം ടീമിന്റെ വിശകലനത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ചില വസ്തുതകൾ ക്രോഡീകരിച്ചു.
അവയെ സ്വാധീനിച്ച പല ഘടകങ്ങളുമുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും തന്നെ ഗുഡ് ടു ഗ്രേറ്റ് എന്നതിലേക്കുള്ള പരിണാമത്തെ തെല്ലും ബാധിച്ചില്ല. കൂടാതെ ഒരു കമ്പനികൾക്കും തങ്ങൾക്കുണ്ടായ വലിയ നേട്ടങ്ങളെക്കുറിച്ചും തങ്ങൾക്കുണ്ടായ പരിണാമങ്ങളെക്കുറിച്ചും യാതൊന്നും വ്യക്തമായി പ്രസ്താവിക്കാനും കഴിഞ്ഞില്ല. തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെ ആശയങ്ങളുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ പ്രതിഷ്ഠിച്ചു പ്രസിദ്ധീകരിക്കാനാണ് കോളിൻസും ടീമും ശ്രമിച്ചത്. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, പരിണാമങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് തങ്ങളുടെ ആശയങ്ങളുമായി കൂട്ടിയിണക്കി വിഘടനത്തിലൂടെയുണ്ടായ നിലനിൽപ്പ് എന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അവയെ ഓരോന്നിനെയും ചിട്ടയായ ജീവിതം നയിക്കുന്ന ആളുകൾ, അവരുടെ ശരിയായ ചിന്തകൾ, സമയോചിതമായ പ്രവൃത്തികൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ലെവൽ 5 ലീഡർഷിപ്പ്. കിംബർലി ക്ലാർക്ക് എന്ന പേപ്പർ കമ്പനിയിലെ സിഇഒ ആയ ഡാർവൈൻ ഇ സ്മിത്തിനെക്കുറിച്ച് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് കോളിൻസ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. തന്റെ അനുഭവപരിചയത്തിലും പ്രവൃത്തികളിലും നിരാശനായ സ്മിത്ത് തന്റെ കമ്പനിയെ ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലൂടെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കോളിൻസിന്റെ അഭിപ്രായത്തിൽ സ്മിത്ത് വളരെ ലാളിത്യവും വിനയവുമുള്ള ആളായിരുന്നു. എങ്കിലും വളരെ അതിമോഹമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. സിഇഒ സ്ഥാനത്തേക്ക് എത്തിയ ശേഷം സ്മിത്ത് ആദ്യമായി ചെയ്തത് കിംബർലി ക്ലാർക്കിന്റെ മുഴുവൻ ബിസിനസ്സുകളും പേപ്പർ മില്ല് ഉൾപ്പെടെയുള്ളവ വിൽപ്പന നടത്താനും അതിനു പകരം പേപ്പർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കൂട്ടാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. എല്ലാ ബിസിനസ് മാധ്യമങ്ങളും സ്മിത്തിന്റെ ഈ തീരുമാനത്തെ വിമർശനവിധേയമാക്കി. എങ്കിലും അവസാനം അദ്ദേഹത്തിന്റെ ശക്തമായ തീരുമാനം വിജയത്തിലെത്തുകയും ചെയ്തു. സ്മിത്തിനെ കോളിൻസ് വിശേഷിപ്പിക്കുന്നത് ലെവൽ 5 ഡീലർ എന്നുള്ള നിലയിലാണ്. ലെവൽ 5 ഡീലർ എന്നാൽ ഒരാൾ അങ്ങേയറ്റം കർമ്മനിരതനായിരിക്കുകയും അതേസമയം വ്യക്തിപരമായ ലാളിത്യം കാത്തുസൂക്ഷിക്കുന്നവനുമാണ് എന്നാണ് അർത്ഥം. ശ്രേണീപരമായ ഒരു സംഘടനയെക്കുറിച്ച് ചിന്തിച്ചാൽ ലീഡർഷിപ്പിലെ ഏറ്റവും താഴെ ഉയർന്ന കഴിവുകളുള്ള വ്യക്തികളെ കണ്ടെത്താൻ കഴിയും. ഇത്തരം ആളുകൾ അവരുടെ വൈദഗ്ധ്യം കൊണ്ടും നല്ല പ്രവർത്തന മികവ് കൊണ്ടും കമ്പനിക്കാവശ്യമായ സംഭാവനകൾ നൽകാൻ പ്രാപ്തരാണ്. ഈ ശ്രേണിയിലെ തൊട്ടുമുകളിലെ അടുത്ത വിഭാഗം നല്ല പ്രവർത്തനം സംഭാവന നൽകാൻ കഴിയുന്ന ടീം അംഗങ്ങളാണ്. ഇത്തരം ആളുകൾ അവരുടെ പ്രാഗൽഭ്യവും അറിവും ഉപയോഗിച്ച് ടീമിനെ സഹായിക്കുന്നു. ശ്രേണിയിൽ അടുത്തത് കഴിവുള്ള മാനേജർമാരാണ്. ഇത്തരം ആളുകൾ സ്വന്തം ടീമിനെ വേണ്ട വിധത്തിൽ സംഘടിപ്പിച്ച് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഈ ശ്രേണിയിലെ തൊട്ടുമുകളിലത്തെ വിഭാഗത്തിലാണ് ഏറെക്കുറെ ലീഡേഴ്സിനെയും കാണാൻ കഴിയുക. സ്വന്തം ടീമിൽ പ്രതിബദ്ധത വളർത്തുവാനും ഊർജ്ജസ്വലമായി ഒരു നിർബന്ധിത ദർശനത്തെ പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുവാനും ഇവരെക്കൊണ്ട് സാധിക്കും. ഒരു ഉയർന്ന പ്രകടനശേഷിയുള്ള ടീമായി പ്രവർത്തിക്കുവാനും ഇവർ മിടുക്കരായിരിക്കും. അവസാനം ഈ ശ്രേണിയിലെ ലെവൽ 5 ലീഡർമാരെക്കുറിച്ച് വിവരിക്കുന്നു. ഇവരാണ് ശരിക്കും ലീഡേഴ്സ്. താഴത്തെ തട്ടിലെ 4 ലെവലിലെയും കഴിവുകൾ കൂടാതെ ഇക്കൂട്ടർ എളിമയുടെയും ഇച്ഛാശക്തിയുടെയും പര്യായമായിരിക്കും. അതുകൊണ്ടുതന്നെ ലെവൽ 5 ലീഡർമാരെ അവരുടെ പെരുമാറ്റത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഒരു ഗ്രൂപ്പിൽപ്പെടുത്താം. അവരുടെ സ്വഭാവത്തിലെ ഒരു വിരോധാഭാസം എന്തെന്നാൽ അവർ അതിമോഹം ഉള്ളവരായിരിക്കുമെങ്കിലും ആ അതിമോഹം കമ്പനിക്കു വേണ്ടി മാത്രമായിരിക്കും. സ്വാർത്ഥമായ വ്യക്തിപരമായ ഒരു നേട്ടവും അവർ ആഗ്രഹിക്കില്ല. അവരുടെ എളിമയിലൂടെ അവർ സ്വന്തം കീർത്തിയെ ഇല്ലാതാക്കുന്നു. അവർ സ്വന്തം കമ്പനിക്ക് സുസ്ഥിരമായ ഒരു ഫലം കിട്ടാൻ വേണ്ടി ഭ്രാന്തമായി അത്യധ്വാനം ചെയ്യുന്നു. ഇത് അവരുടെ ഹീറോയിസത്തിന്റെ ഒരു ഉദാഹരണമാണ്. തങ്ങളെക്കാളും കഴിവുള്ള പിൻഗാമികളെ സൃഷ്ടിക്കാൻ ഇവരെക്കൊണ്ട് കഴിയും. ഇതുകൊണ്ടാണ് ലെവൽ 4 ലീഡർമാരുമായി ഇവർ വ്യത്യാസപ്പെടുന്നത്. കാര്യങ്ങൾ വിജയത്തിലേക്കെത്തുമ്പോൾ ഇവർ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ടീമിന് പങ്കുവയ്ക്കുന്നു. ഇനി കമ്പനി നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ പ്രശംസ മറ്റുള്ളവർക്ക് നൽകിയും കുറ്റം സ്വയം ഏറ്റെടുത്തും ഇവർ അങ്ങേയറ്റം സത്യസന്ധരും പ്രതിബദ്ധതയുള്ളവരുമായി അവരുടെ ടീമിനെ മാറ്റിയെടുക്കുന്നു. ഇവർക്കൊരിക്കലും ജീവിതത്തേക്കാൾ വലിയ വ്യക്തിത്വമുണ്ടാകാറില്ല. ഇവർ എപ്പോഴും സാധാരണ വ്യക്തികളായിരിക്കും. അതുമാത്രമല്ല, ഇവരുടെ മഹത്വം എന്നത് കഠിനമായ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തതാണ്, അല്ലാതെ വെറും നേതൃപ്രവർത്തനം കൊണ്ട് ഉണ്ടായതല്ല. ഈ സ്വഭാവ സവിശേഷതകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല ലെവൽ 5 ലീഡറായി മാറാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്
ഇത്രമാത്രം: 1. സ്വന്തം നേട്ടങ്ങളെക്കാൾ കമ്പനിയുടെ വലിയ നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുക. 2. ഗുഡ് ടു ഗ്രേറ്റ് ആശയങ്ങൾ പിന്തുടരുക. ഇത് ലെവൽ 5 ലീഡർ ആകാൻ നിങ്ങളെ സഹായിക്കും. 3. കമ്പനിക്കകത്തുള്ള പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഉയർന്ന സ്ഥാനം നൽകി പരിഗണിക്കണം. അല്ലാതെ പുതുതായി നിയമനം നടത്തുകയല്ല വേണ്ടത്. 4. കമ്പനി ടീമിന്റെ വ്യക്തിത്വ വികസനവും അവർക്കുവേണ്ട മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും നൽകുക. ഇക്കൂട്ടർ അതിമോഹമുള്ളവർ ആയതിനാൽ അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾക്ക് മറ്റെന്തിനേക്കാളും മുൻതൂക്കം കൊടുക്കുകയും അത് കമ്പനിക്ക് ഗുണകരമാവുകയും ചെയ്യും. കോളിൻസ് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, 11 കമ്പനികളിൽ ഓരോ കമ്പനികളും അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെട്ട സമയത്ത് ഇത്തരത്തിലുള്ള ലെവൽ 5 ലീഡേഴ്സ് ആ കമ്പനികൾക്കുണ്ടായിരുന്നു എന്ന വസ്തുതയാണ്. കോളിൻസും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ട് മറ്റു ചില വിവരങ്ങൾ കൂടി അദ്ദേഹം കണ്ടെത്തി. ഇത്തരക്കാർക്ക് ഒന്നല്ല 2 സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. എളിമ, ഭയമില്ലായ്മ എന്നീ ഗുണങ്ങളാണ് അവ. ഗില്ലറ്റ് കമ്പനിയുടെ സിഇഒ ആയ കോളേമൻ മോക്ലെർ എന്ന ആളിനെയാണ് ഇതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മോക്ലെറിന്റെ ശ്രമഫലമായി പലവിധ മാർഗങ്ങളിലൂടെ കമ്പനി മികച്ച ലാഭം ആർജിക്കുകയും സാങ്കേതിക വളർച്ച നേടിയെടുക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് തനിക്കുണ്ടായേക്കാവുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ കമ്പനിയുടെ ദീർഘകാല നേട്ടത്തിനാണ് മോക്ലെർ പ്രാമുഖ്യം നൽകിയത്. കൂടാതെ ലെവൽ 5 ലീഡേഴ്സ് വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിനാൽ ആ കമ്പനികൾ അവരുടെ കാലശേഷവും ആ മാർഗത്തിലൂടെ തന്നെ നേട്ടങ്ങൾ കൊയ്യുന്നതാണ്. ഉദാഹരണമായി കോളിൻസ് ചൂണ്ടിക്കാട്ടുന്നത് ഫാനിമെ കമ്പനിയുടെ സിഇഒ ആയ ഡേവിഡ് മാക്സ്വെൽ എന്നാളിനെയാണ്. നല്ലവനായ ആ സിഇഒ താൻ വിരമിച്ച ശേഷവും കമ്പനിയുടെ പ്രശസ്തിക്ക് മങ്ങലേൽക്കാതിരിക്കാൻ തനിക്കു കിട്ടിയ റിട്ടയർമെന്റ് പാക്കേജിന്റെ ഒരു വിഹിതം കൂടി കമ്പനിക്ക് സംഭാവന നൽകുകയും ചെയ്തു. താരതമ്യേന വലിയ തിരിച്ചടവുകൾ സാധാരണക്കാർക്കിടയിൽ കമ്പനിയുടെ ചീത്തപ്പേരിന് കാരണമാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. സാധാരണയായി ഗുഡ് ടു ഗ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികൾ തങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ പുതിയ സാരഥികളെ കണ്ടുപിടിക്കുന്നു. എന്നാൽ മറ്റു കമ്പനികളാവട്ടെ നേരെ വിപരീതമായാണ് പ്രവർത്തിക്കുക. കോളിൻസ് കണ്ടെത്തിയ മറ്റൊരു കാര്യം, ഇത്തരം ലെവൽ 5 ലീഡേഴ്സ് തങ്ങളെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും കമ്പനിയുടെ വിജയത്തിന് മറ്റുള്ളവരുടെ പങ്കാളിത്തം എത്രമാത്രമാണെന്ന് വിശദമാക്കുകയും ചെയ്യുന്നു. ഇത്തരം ലീഡേഴ്സിനെക്കുറിച്ച് അറിയാവുന്നവർ ഇവരെ അന്തസ്സുള്ളവരെന്നും സ്വന്തം പ്രയത്നഫലം സ്വയം ഇല്ലാതാക്കുന്നവരായും വിശേഷിപ്പിക്കുന്നു. കോളിൻസും ടീമും കണ്ടെത്തിയ മറ്റൊരു കാര്യം, ഇത്തരം ലീഡേഴ്സ് ഇല്ലാത്ത സാധാരണ കമ്പനികൾ തങ്ങളുടെ പ്രശസ്തിക്കുവേണ്ടി മാത്രം നിലകൊള്ളുകയും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ലെവൽ 5 ലീഡേഴ്സ് എളിമയുള്ളവർ മാത്രമല്ല എന്ന് കോളിൻസ് ആവർത്തിച്ചു പറയുന്നുണ്ട്. അവർ അവരുടെ ലാളിത്യത്തെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അവർ അവരുടെ ലക്ഷ്യത്തിലേക്കെത്തുന്നത് കഠിനമായുള്ള മികവിനായുള്ള പരിശ്രമങ്ങളിലൂടെയാണ്. എന്നാൽ അവർ അവരുടെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കൂടാതെ അവരുടെ കാഴ്ചപ്പാടിൽ ഭാഗ്യമെന്നത് ആകസ്മികമായിട്ടുള്ളതാണ്. അതേപോലെ നിർഭാഗ്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപൂർവമായി മാത്രമേ നിർഭാഗ്യം അവരുടെ പരാജയത്തിന് കാരണമാവുന്നുള്ളൂ. കാഴ്ചയിൽ സാധാരണക്കാരായ ആളുകളിൽ പോലും ഇത്തരം ചില സവിശേഷ ഗുണങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നായിരുന്നു കോളിൻസിന്റെ നിരീക്ഷണഫലം. ഇത്തരം ഗുണഗണങ്ങൾ സ്വയം വളർത്തിക്കൊണ്ടുവരിക എന്നാണ് കോളിൻസ് മറ്റുള്ളവരോട് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ സ്വയം നിങ്ങൾക്കും ഒരു നല്ല ലെവൽ 5 ലീഡർ ആകാം എന്നാണ് കോളിൻസ് പറയുന്നത്. ഫസ്റ്റ് ഹു ദെൻ വാട്ട്. കോളിൻസ് ഗുഡ് ടു ഗ്രേറ്റ് കമ്പനികളെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായം ആരംഭിക്കുന്നത്. ഒരു കമ്പനിയുടെ വിജയത്തിനു ലക്ഷ്യബോധമുള്ള ഒരു ടീമിന്റെ പ്രവർത്തനം കൂടിയേ തീരൂ. അപ്പോൾ ഒന്നാമത്തെ പ്രധാന കാര്യം ഒരു നല്ല ടീമിനെ വാർത്തെടുക്കുക എന്നതാണ്. അച്ചടക്കമുള്ള ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്. ലീഡർഷിപ്പ് ഗുണങ്ങളുള്ളതുകൊണ്ട് മാത്രം ഒരു കമ്പനി ഗ്രേറ്റ് ആകണമെന്നില്ല. ടീമിലുള്ള മറ്റെല്ലാവരുടെയും ഗുണവും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. ആദ്യം ആര്, പിന്നെ എന്ത്? ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചതിന് നേരെ വിപരീതമായ കാര്യങ്ങളാവും മിക്കപ്പോഴും സംഭവിക്കുക.
അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഇഷ്ടമായ രീതിയിൽ ചെയ്തു കളയാമെന്നും അത് മറ്റാരെയെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചു കളയാമെന്നോ കരുതാൻ പറ്റില്ല. പകരം ശരിയായ ആളുകളെ ശരിയായ സ്ഥാനത്ത് നിയമിക്കുകയും തെറ്റായ ആളുകളെ ഒഴിവാക്കുകയും വേണം. അർഹതയുള്ളവർക്ക് മുൻഗണന നൽകുന്നതിലൂടെ കമ്പനിയുടെ ദർശനങ്ങൾ, തന്ത്രങ്ങൾ എന്നിവയ്ക്ക് കാതലായ മാറ്റം വരുന്നു. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് വിദഗ്ധരായ ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവരെ ജോലി ചെയ്യാൻ അനുമതി നൽകുക. നിങ്ങൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കി അവർ അത് സ്വയം ചെയ്തോളും. ആദ്യത്തെ മുൻഗണന ആര് എന്നുള്ളതായിരിക്കണം. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ആരെ സെലക്ട് ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അവർക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെറും ആളുകളല്ല കമ്പനിയുടെ ആസ്തി, ശരിയായ ആളുകളാണ്. എന്ത് എന്നതിന് പകരം ആദ്യം ആര് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ ഇനി പറയുന്നു. തങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് പോലും അറിയാതെയാണ് പുതിയ ജോലിക്കാർ ജോലി ഏറ്റെടുക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടി എന്നത് മാത്രമാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അവരെ ഏതു ദിശയിലൂടെ നയിക്കണം എന്ന് തീരുമാനിക്കുന്നത് കമ്പനി ലീഡേഴ്സാണ്. ടീമിനെ പ്രചോദിപ്പിക്കാനായി വെറുതെ സമയവും ഊർജവും നഷ്ടപ്പെടുത്തേണ്ടതില്ല. അവർ സ്വയം അവരെ തന്നെ പ്രചോദിപ്പിക്കുകയും അതിനനുസരിച്ച് ക്രമീകരണം നടത്തുകയും ചെയ്തോളും. ഇതെല്ലാം ഗ്രേറ്റ് ആകാൻ കമ്പനിക്ക് വേണ്ട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മികവില്ലാത്ത ജോലിക്കാർ ഉള്ള കമ്പനികൾ ഒരിക്കലും ഗ്രേറ്റായി മാറുന്നില്ല. ഇതിനായി കോളിൻസ് നിർദ്ദേശിക്കുന്ന 3 തത്വങ്ങൾ ഇവയാണ്. 1. ജോലിക്കാരെ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സംശയം പാടില്ല. സെലക്ഷൻ കൃത്യമായിരിക്കണം. 2. കമ്പനിയിൽ ജോലിക്കാരുടെ സ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തുക. അർഹതയില്ലാത്തവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക. അവർക്ക് ഈ ജോലിയിൽ തുടരുന്നത് ഗുണകരമായേക്കാം, എന്നാൽ കമ്പനിക്ക് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മികവ് തെളിയിച്ചവരെ അനാവശ്യ സ്ഥാനങ്ങളിൽ നിയമിക്കുവാൻ പാടുള്ളതല്ല. 1-ാം തത്വവും 2-ാം തത്വവും കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു പറഞ്ഞാൽ സാവധാനം തിരഞ്ഞെടുപ്പ്, വേഗത്തിൽ പ്രവർത്തനം എന്നാക്കി മാറ്റാം. 3-ാമതായി, നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ അവസരങ്ങൾ നൽകുക. പ്രശ്നപരിഹാരം കമ്പനിയെ ഗുഡാക്കിയേക്കാം, എന്നാൽ അവസരങ്ങൾ മാക്സിമം ചൂഷണം ചെയ്യുന്നതിലൂടെ കമ്പനിയെ ഗ്രേറ്റാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റായി തോന്നുന്ന ആളുകളെ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുക. നിങ്ങളൊരു പ്രശ്നം പിടിച്ച ബിസിനസ് സംരംഭം വിൽക്കാൻ ശ്രമിച്ചാൽ ഗ്രേറ്റ് കമ്പനികളാവട്ടെ, അവരുടെ വിദഗ്ധരെ മാറ്റി നിലനിർത്തിയ ശേഷമേ കമ്പനി യൂണിറ്റ് വിൽക്കാൻ ശ്രമിക്കൂ. ആരെ തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ കമ്പനിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും. എന്താണ് ബെസ്റ്റെന്ന് പ്രഗത്ഭരായ ആളുകൾക്ക് എളുപ്പം മനസ്സിലാവും. ഇതൊരു നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സഹായകരമാവും. ശരിയായ സ്ഥാനങ്ങളിൽ അർഹതയുള്ള ആളുകൾ ഇരുന്നു കഴിഞ്ഞാൽ കമ്പനിയിലെ ഓരോരുത്തരും തങ്ങളുടെ ജോലി ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങും. മീറ്റിംഗുകൾ പുതിയ പാത കണ്ടെത്താൻ സഹായിക്കും. ജോലിസ്ഥലത്ത് സഹൃദയ അന്തരീക്ഷം സംജാതമാവും. അതിലൂടെ നല്ല സൗഹൃദം ഉടലെടുക്കും. ശരിയായ സ്ഥാനത്ത് അർഹതയുള്ളവരെ നിയമിക്കുക എന്നത് ഒരു ഗ്രേറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന കാര്യമാണ്. ശരിയായ ലീഡേഴ്സ് ഗ്രേറ്റ് എന്നതിനു താഴെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടില്ല. അതിനുശേഷം മാത്രം മതി ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കൽ. അപ്പോൾ ആദ്യം ആര്, പിന്നെ എന്ത് എന്ന അധ്യായത്തിന്റെ പേര് തന്നെ അന്വർത്ഥമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ കമ്പനിയുടെ തന്ത്രങ്ങളോടോ കമ്പനിയുടെ പ്രവർത്തന ഗതിയോടോ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. എത്ര കാലം അവർ കമ്പനിയോടൊപ്പം ഉണ്ടാകുമെന്നും അറിയില്ല. എന്നാൽ ചില വ്യക്തികൾ ടീമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്പനി ആ വ്യക്തികളോടൊപ്പം മുന്നോട്ട് സഞ്ചരിച്ച് ആവശ്യം വേണ്ട വിജയം നേടിത്തുടങ്ങുന്നു. മെല്ലെ മെല്ലെ കമ്പനി വ്യക്തികളോടൊപ്പം വിജയത്തിന്റെ കൊടുമുടി കയറിത്തുടങ്ങുന്നു. അത്തരം കമ്പനികൾ പരിണാമദിശയിൽ ആദ്യം സ്വന്തമായി ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നു. അതിനുശേഷം അതിനു പറ്റിയ ആളുകളെ കണ്ടെത്തി നിയമിക്കുന്നു. തങ്ങളുടെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത്. എന്നിരുന്നാലും കോളിൻസിന്റെ നിരീക്ഷണ ഫലങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിച്ചത്.
അതായത് പല കമ്പനികളും ആദ്യം അവർക്കാവശ്യമായ ആളുകളെ കണ്ടെത്തി നിയമിച്ചതിനു ശേഷം മാത്രമേ അവർക്കുള്ള ജോലി എന്തെന്ന് തീരുമാനിക്കൂ. ഈയൊരു മാതൃകയെ കോളിൻസ് വിശേഷിപ്പിച്ചത് ശരിയായ ആളുകളുടെ ശരിയായ ബസ് യാത്ര എന്നാണ്. ബസ് എവിടേക്കാണ് എന്നറിയുന്നതിനു മുൻപ് തന്നെ ആളുകൾ ബസ്സിൽ കയറുന്നു. വെൽസ് ഫർഗോയെയാണ് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. 1970 പഴയൊരു സിഇഒ കൂടിയായ ഡിക്ക് കുലെ തന്റെ ഒരു നിരീക്ഷണഫലം പ്രസ്താവിച്ചു. വരും വർഷങ്ങളിൽ ബാങ്കിംഗ് മേഖലയാകെ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പക്ഷേ എന്തായിരിക്കും ആ മാറ്റങ്ങൾക്ക് കാരണമെന്നും ആ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും പറയാൻ അദ്ദേഹത്തിനു കഴിഞ്ഞില്ല. മിടുക്കരായ ഒരു ടീമിനെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഇതിനുള്ള ഉത്തരം കണ്ടെത്താനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം പ്രസ്താവിച്ച പോലെ അധികം വൈകാതെ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു. ശരിക്കും മറ്റു കമ്പനികളേക്കാൾ കൂടുതൽ വിറ്റുവരവ് കിട്ടുന്ന വിവരം മറ്റുള്ളവരെ അറിയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇതിനു പകരമായി ഏകദേശം അതേ സമയത്തു തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എതിരാളിയായിരുന്ന ബാങ്ക് ഓഫ് അമേരിക്ക തങ്ങൾക്കാവശ്യമുള്ള മിടുക്കരായ ലീഡേഴ്സിനെയും മിടുക്കുകുറഞ്ഞ എക്സിക്യൂട്ടീവ്സിനെയും നിയമിച്ചു. ഈ സമയം വെൽസ് ഫാർഗോ തന്റെ പദ്ധതികളിൽ വിജയിച്ചു എങ്കിലും കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഒരു സ്ഥാപനത്തിന് ഏറ്റവും അത്യാവശ്യം മിടുക്കരായ ജോലിക്കാർ മാത്രമല്ല, അവരെ തിരഞ്ഞെടുക്കേണ്ട സമയവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യം, സാധാരണ കമ്പനികൾ പലതും മിടുക്കരായ ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ആ കമ്പനിയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. പക്ഷേ അവർ ഒരിക്കലും ആ കമ്പനികൾക്ക് വേണ്ട പരിശീലനം നൽകുന്നില്ല. തന്മൂലം വിദഗ്ധരായ ആളുകളുടെ അഭാവത്തിൽ കമ്പനിയുടെ വളർച്ച മുരടിച്ചു പോകുന്നു. ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് സ്വന്തം നേട്ടങ്ങൾ തുടർച്ചയായി നിലനിർത്താനാവാത്ത സാധാരണ കമ്പനികൾക്കാണ്. അവയെ നയിക്കാൻ ശേഷിയുള്ള ഒരു വിദഗ്ധന്റെ സാമീപ്യം കൂടിയേ തീരൂ എന്നതുമാത്രമല്ല, സ്വന്തം നേട്ടങ്ങളെ നിലനിർത്താൻ കഴിയുന്നുമില്ല. കോളിൻസ് കണ്ടെത്തിയ മറ്റൊരു കാര്യം, എക്സിക്യൂട്ടീവ്സിന് നൽകുന്ന വേതനം കമ്പനിയുടെ വളർച്ചയ്ക്ക് അനുപാതകമല്ല എന്നതാണ്. കമ്പനി വളർച്ചയുടെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഭാഗം അനുഭവിക്കാൻ എക്സിക്യൂട്ടീവിന് അവകാശമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും പല കമ്പനികളും പിന്തുടർന്നു പോരുന്നത് ആ പഴയ സാമ്പ്രദായിക രീതിയാണ്. എക്സിക്യൂട്ടീവിന് നൽകുന്ന വേതനം കാലാനുസൃതമായി പുതുക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കോളിൻസ് ഇവിടെ വ്യക്തമാക്കുന്നു. കോളിൻസ് പറയുന്നു, നിങ്ങളാണ് അവർക്ക് വേതനം നൽകേണ്ടത്. എങ്ങനെ നൽകുന്നു എന്നതിലല്ല കാര്യം. ജോലിക്കാരുടെ മനോഭാവത്തിന്റെ അടിത്തറ അവരുടെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് എന്ന് കോളിൻസ് ചൂണ്ടിക്കാട്ടുന്നു. പല കമ്പനികളും 1000 തൊഴിലാളികൾക്ക് പകരം ഒരു പ്രതിഭാധനനായ വ്യക്തിയെ കണ്ടെത്തി കമ്പനിയെ ഏൽപ്പിക്കുന്നു. അവരാകട്ടെ സ്വന്തം കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനയുകയും കൂടെയുള്ള തൊഴിലാളികളെക്കൊണ്ട് ശരിയായ വഴിയിൽ പണിയെടുപ്പിച്ച് കമ്പനിക്ക് വിജയം നേടിക്കൊടുക്കുന്നു. ഓരോ കമ്പനികൾക്കും അവരുടേതായ തൊഴിൽ സ്ഥലം വേണം എന്നും തൊഴിൽ സ്ഥലം പോലെ വളരെ പ്രധാനമായ ഒന്നാണ് വിദഗ്ധ തൊഴിലാളികളുടെ തിരഞ്ഞെടുപ്പ്. തീരുമാനങ്ങളിൽ കാഠിന്യം ഏറ്റവും അത്യാവശ്യമാണ്. അതിനു പറ്റിയ 3 മാർഗങ്ങളുണ്ട്. ഒന്നാമതായി, ഒരാളെ സംശയം തോന്നിയാൽ അയാളെ ജോലിക്കെടുക്കാതിരിക്കുക. രണ്ടാമത്തെ മാർഗം, മറ്റുള്ളവരെ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. മൂന്നാമതായി, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ നൽകുക. പക്ഷേ അത് പിന്നീടൊരു പ്രശ്നമായി മാറാൻ ഇടവരരുത്. പല കമ്പനികളും തങ്ങളുടെ തൊഴിലാളികളോട് സ്വീകരിക്കുന്ന നിലപാടുകളും പ്രാധാന്യമേറിയതാണ്. ഒട്ടുമിക്ക കമ്പനികളും കഠിനമായതും വിട്ടുവീഴ്ചയില്ലാത്തതും നിഷ്കരുണമായതുമായ നിലപാടുകളാണ് സ്വീകരിക്കാറുള്ളത്. ഗുഡ് ടു ഗ്രേറ്റ് വിഭാഗത്തിൽപ്പെട്ട കമ്പനികളും ഒട്ടും വ്യത്യസ്തമല്ല. പല കമ്പനികളും തൊഴിലാളികളോട് വളരെ ക്രൂരമായ സമീപനം സ്വീകരിക്കുന്നു. അതിന്റെ ഫലമായി ജോലി നഷ്ടമാകുമോ എന്ന സംശയത്താൽ നിലവിലുള്ള തൊഴിലാളികൾ നന്നായി പണിയെടുക്കുന്നു. അവരൊട്ടും തന്നെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നില്ല. കമ്പനിയുടെ വളർച്ചയിൽ സഹായിക്കാത്ത തൊഴിലാളികളോട് മൃദു സമീപനം പാടില്ല എന്നും കോളിൻസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ളത് കഠിനമായ രീതികളെ കോളിൻസ് 3 പ്രാക്ടിക്കൽ ഡിസിപ്ലിൻസ് എന്ന് പേരിട്ട് വിളിച്ചു. ഈ പ്രശ്നത്തിന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന 3 പരിഹാരങ്ങൾ ഇവയാണ്. ഒന്നാമത്, ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ
തെറ്റുപറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായി, വ്യക്തികളുടെ സ്വഭാവ മാറ്റങ്ങൾക്കായി കാത്തിരിക്കാതിരിക്കുക. മൂന്നാമതായി, ഏറ്റവും കഴിവുള്ളവർക്കായി കമ്പനിയിൽ കൂടുതൽ അവസരങ്ങൾ നൽകുക. ഇതുകൂടാതെ കോളിൻസ് നൽകുന്ന മറ്റു നിർദ്ദേശങ്ങൾ ഇവയാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം അർഹരായ ആളുകൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകുക. അവർക്ക് സുഖകരമായ ഒരു ജീവിതം കൂടി വാഗ്ദാനം നൽകുക. അങ്ങനെ അർഹരായവർ അർഹമായ സ്ഥാനത്ത് എത്തിച്ചേരുന്നതോടെ ഗുഡ് ടു ഗ്രേറ്റ് എന്ന ആശയം പൂർണ്ണമായും അർത്ഥവത്താകും. സിഇഒമാരുടെ ജോലിഭാരം കുറയുകയും അവർക്ക് ജീവിതം ആസ്വദിക്കാനും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കഴിയും. കൺഫ്രണ്ട് ദി ബ്രൂട്ടൽ ഫാക്ട്സ്. A&P, ക്രോജർ എന്നീ 2 പലചരക്ക് കടകളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് കോളിൻസ് ഈ അധ്യായം ആരംഭിക്കുന്നത്. A&P എന്ന കട ഇതുവരെയും കച്ചവടത്തിൽ 1-ാം സ്ഥാനത്ത് നിന്ന് വിജയം വരിച്ച ഒരു സ്ഥാപനമായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായപ്പോഴേക്കും റീട്ടെയിൽ മേഖലയിൽ പുതിയ ചില മാതൃകകൾ ഉണ്ടായി വരികയും ഉപഭോക്താവിന്റെ സമ്മർദ്ദം ഏറിവരികയും ചെയ്തു. ഈ സമയം ക്രോജർ കാലത്തിനനുയോജ്യമായി തന്റെ ബിസിനസ് തന്ത്രങ്ങൾ മാറ്റുകയും അതിലൂടെ വിജയം നേടുകയും ചെയ്തു. ക്രോജറുടെ വിജയത്തിനു കാരണമായി കോളിൻസ് ചൂണ്ടിക്കാട്ടുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സിന്റെ വിജയമായാണ്. ഒരു മടിയും കൂടാതെ അവസരത്തിനനുസരിച്ച് വരുത്തിയ ഓരോ മാറ്റങ്ങളും ക്രോജറുടെ വിജയത്തിലേക്ക് നയിച്ചു. അതേസമയം A&Pക്ക് അത് സാധിച്ചില്ല. ഈ കഥയാണ് കോളിൻസ് ഗുഡ് ടു ഗ്രേറ്റ് കമ്പനികളെക്കുറിച്ച് വിവരിക്കാൻ ഉദാഹരണമാക്കിയത്. ക്രോജറുടെ വിജയത്തിലേക്കുള്ള യാത്ര വളരെ ലളിതവും നേർവഴിക്കുമായിരുന്നു. നിങ്ങൾക്ക് ലെവൽ 5 ഡീലർഷിപ്പ് ഗുണങ്ങളുണ്ടെന്നിരിക്കട്ടെ. നിങ്ങളുടെ കമ്പനി മികച്ച തൊഴിലാളികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞുവെങ്കിൽ കമ്പനിയുടെ ഇനിയുള്ള വർഷങ്ങൾ ഗ്രേറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. ഇത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഭീകര സത്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവരെ സഹായിക്കും. ഒപ്പം കമ്പനിയിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കും. നല്ല തീരുമാനങ്ങളിലൂടെയും അവ കൃത്യമായി നടപ്പിലാക്കുന്നതിലൂടെയും കമ്പനി വലിയ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കമ്പനിയെക്കുറിച്ചുള്ള നഗ്ന സത്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ ആ സത്യങ്ങൾ ഭീകരമാവാം. സത്യങ്ങൾ മറച്ചുവെക്കുന്നതിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ് നഷ്ടപ്പെടുക. നല്ല അന്തരീക്ഷമുണ്ടാക്കിയെടുക്കാൻ നാം 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് ഉത്തരം വേണ്ട, ചോദ്യം മാത്രം മതി. ഓരോ കമ്പനിയിലെയും ലീഡേഴ്സ് തങ്ങളുടെ ജോലി തുടങ്ങുന്നത് വെറും അനുമാനങ്ങളിലൂടെയാണ്. കമ്പനിക്ക് എന്താണ് ആവശ്യമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിലൂടെ വ്യക്തമായ ഓരോ ആശയം അവർക്കുണ്ടായി വരും. പതുക്കെ അവർ യാഥാർത്ഥ്യങ്ങളോട് അടുക്കുന്നു. എന്നാൽ സൂപ്പർ ലീഡേഴ്സുള്ള പല കമ്പനികൾക്കും ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അറിയാമായിരിക്കും. ടീമിനെ അതനുസരിച്ച് വാർത്തെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ഒരേയൊരു ജോലി. ഇത്തരം ലീഡേഴ്സ് എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റിപ്പോകാൻ ഇടയാകുന്നു. കാരണം അവർക്ക് കമ്പനിയുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്നറിയില്ല. രണ്ടാമത്തെ കാര്യം, ചൂടുപിടിച്ച ചർച്ചകളിലൂടെയോ വാഗ്വാദങ്ങളിലൂടെയോ ഗ്രേറ്റ് ലീഡേഴ്സ് ഉത്തരം കണ്ടെത്താൻ പഠിപ്പിക്കും. അല്ലാതെ അവരെ നിർബന്ധിച്ചു പഠിപ്പിക്കില്ല. മൂന്നാമതായി, ഗ്രേറ്റ് കമ്പനികൾ പോലും പലപ്പോഴും തെറ്റുവരുത്താറുണ്ട്. എന്നാൽ ഗ്രേറ്റ് ലീഡേഴ്സ് ആവട്ടെ ആ തെറ്റിനെപ്പോലും ഒരു പാഠമായി ഉൾക്കൊണ്ട് അതിന്റെ ദോഷവശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഗ്രേറ്റ് കമ്പനികൾ അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാറില്ല. തെറ്റുകളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന പ്രവണത ഇത്തരം ലീഡേഴ്സിനില്ല. ഗ്രേറ്റ് കമ്പനികൾ അവർക്കാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരായിരിക്കും. മറ്റുള്ള കാര്യങ്ങൾ അവർ മനഃപൂർവ്വം ഒഴിവാക്കും. ഇത്തരം പ്രവർത്തനത്തെ റെഡ് ഫ്ലാഗ് മെക്കാനിസം എന്നാണ് പറയുക. ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ്. സ്ഥാപനം കൂടുതൽ പ്രതിരോധശേഷിയുള്ളതാകുന്നു. അപ്രാപ്യമാണെന്ന് വിശ്വസിച്ച പല കാര്യങ്ങളും പ്രാപ്തമാകുമ്പോൾ ജോലിക്കാർ അതിശയപ്പെടുന്നു. അതിലൂടെ അവരുടെ ആത്മവിശ്വാസം കൂടുന്നു. കമ്പനിയുടെ ദ്വന്ദ്വ വ്യക്തിത്വത്തെ ജോലിക്കാർ അംഗീകരിക്കുന്നു. അതായത് കമ്പനിയുടെ യഥാർത്ഥ സത്യങ്ങളെ അംഗീകരിക്കുന്നതിനോടൊപ്പം എത്ര വർഷം കഴിഞ്ഞാലും അവസാനം
കമ്പനി വിജയം കൈവരിക്കുമെന്ന ആത്മവിശ്വാസവും അവരിൽ ഉടലെടുക്കുന്നു. കാരിസ്മാറ്റിക് പവറുള്ള ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ലീഡേഴ്സ് എപ്പോഴും സത്യത്തിനു പ്രാധാന്യം നൽകുന്നു. സ്വന്തം വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുന്നില്ല, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. കമ്പനിയുടെ വിജയം മഹത്തരമാകണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കമ്പനിക്ക് കഴിയണം. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ കഠിനമായ പ്രതിസന്ധികൾ പലതും നേരിടേണ്ടി വരും. സത്യം മനസ്സിലാക്കുവാനുള്ള കഴിവ് കമ്പനി ജീവനക്കാർക്കുണ്ടാവണം. സ്വന്തം അഭിപ്രായം പറയുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടറിഞ്ഞാൽ മാത്രമേ അനുഭവങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവൂ. ആ തിരിച്ചറിവിലൂടെ മാത്രമേ ദുർഘട സന്ദർഭങ്ങളെ നേരിടുവാനും സ്വന്തമായി ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും കഴിയൂ. ഇത്തരത്തിൽ സത്യം വിളിച്ചു പറയാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാകണം. അതിനൊന്നാമതായി വേണ്ടത് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഉത്തരം വേണ്ട. പതുക്കെ പതുക്കെ സാഹചര്യം എന്താണെന്ന് ഒരു കൃത്യമായ ചിത്രം വ്യക്തമാകും. രണ്ടാമതായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. തീവ്രമായ ആശയസംവാദം കൊണ്ടേ ഒരു കൃത്യമായ ഉത്തരം കിട്ടൂ. മൂന്നാമതായി പരസ്പരം കുറ്റപ്പെടുത്താതെ തെറ്റുകൾ കണ്ടെത്തി സ്വയം തിരുത്തി കമ്പനിയെ മുന്നോട്ട് നയിക്കുക. ഇത്തരം ഡിബേറ്റുകളെ പോസിറ്റീവായ പഠനം ആയി കണ്ട് ഉൾക്കൊള്ളുക. ഭാവിയിൽ ഇവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും വേണം. ആയതുകൊണ്ട് ഭാവിയിൽ കമ്പനി ഉപഭോക്താവിൻ്റെ മുഴുവൻ വിവരശേഖരണം നടത്തി അവരുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തങ്ങളുടെ ബിസിനസ് ക്രമീകരിച്ച് അതിലൂടെ വിജയം കൈവരിക്കാൻ ക്രോജറുടെ കമ്പനിക്ക് കഴിഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ സ്വപ്നങ്ങളെക്കാൾ സുന്ദരമാണെന്ന തൻ്റെ ആശയം ഈ മാതൃകയിലൂടെ കോളിൻസ് വരച്ചു കാട്ടുന്നു. പക്ഷേ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ വളരെ ക്രൂരമായിരിക്കും. എങ്കിലും അതിനനുസരിച്ച് നാം വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നാണ് കോളിൻസിന്റെ വ്യക്തമായ അഭിപ്രായം. ഒരു കാലത്ത് വളരെ വിജയം കൈവരിച്ചു നിന്ന 2 ഓഫീസ് ഓട്ടോമേഷൻ കമ്പനികളുടെ കഥയാണ് കോളിൻസ് അടുത്തതായി പറയുന്നത്. പിറ്റനെ ബൗസ് എന്നും അഡ്രസോഗ്രാഫ് എന്നുമായിരുന്നു അവയുടെ പേരുകൾ. 1970കളിൽ അഡ്രസോഗ്രാഫിന്റെ CEO ആയിരുന്ന വ്യക്തി സ്വയം ചില പ്ലാനുകൾ എടുക്കുകയും അത് കമ്പനിയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും അദ്ദേഹം തയ്യാറായില്ല. കമ്പനിയുടെ ഡാറ്റാ പരിശോധനയിൽ കമ്പനിയിൽ തന്റെ പ്ലാൻ പരാജയത്തിലേക്ക് പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നാൽ പിറ്റനെ ബൗസ് ആകട്ടെ കമ്പനിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരുക്കൻ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തു. അതവരെ വിജയത്തിലേക്കെത്തിക്കുകയും ചെയ്തു. അഡ്രസോഗ്രാഫിന്റെ സിഇഒയുടെ പ്രകടനം വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. എങ്കിലും കോളിൻസിന്റെ അഭിപ്രായത്തിൽ ആ പ്രകടനം കമ്പനിയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതായിരുന്നില്ല. കോളിൻസിന്റെ അഭിപ്രായത്തിൽ ഇത്തരം പ്രകടനങ്ങൾ കമ്പനിയുടെ യഥാർത്ഥ അവസ്ഥയെ മറച്ചുപിടിക്കാനേ സഹായിക്കൂ. യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ വിജയം ഉറപ്പിക്കാനാവൂ. ഒരു കോർപ്പറേറ്റ് ചുറ്റുപാടിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഏതു തരം പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവ് നേടിയെടുക്കാൻ എപ്പോഴും സത്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ എക്സിക്യൂട്ടീവിന് നന്നായി പരിശ്രമിക്കുവാനും കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയൂ. കോളിൻസിന്റെ അഭിപ്രായത്തിൽ ഗുഡ് ടു ഗ്രേറ്റ് കമ്പനികളുടെ ഇടയിലുള്ള ഒരു ട്രെൻഡ് ലീഡർഷിപ്പ് എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലാതെ ഉത്തരം പറയുക എന്നല്ല. ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സർക്യൂട്ട് സിറ്റിയുടെ CEO ആയ അലൻ വാറ്റ്സൽ തുറന്നു സമ്മതിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതികളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന സത്യം. അദ്ദേഹം തുടർച്ചയായി കമ്പനി ബോർഡ് മെമ്പേഴ്സിനെയും എക്സിക്യൂട്ടീവ്സിനെയും ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവരിൽ നിന്ന് എന്ത് നല്ല റിസൾട്ട് കമ്പനിക്ക് ലഭിക്കും എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അദ്ദേഹത്തിന്. ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിനെയും വാദപ്രതിവാദങ്ങളെയും കോളിൻസ് സോക്രറ്റിക് സ്റ്റൈൽ ലേണിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് കമ്പനിക്ക് ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ എത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൂടാതെ ഗുഡ് ടു ഗ്രേറ്റ് കമ്പനികളെല്ലാം
വാദപ്രതിവാദങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കുമുള്ള പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവയായിരുന്നു. ഭീഷണിപ്പെടുത്തി പണിയെടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതുതന്നെയാണെന്ന് അവർ വിശ്വസിച്ചു. ഇതിലൂടെ ഒരു കോർപ്പറേറ്റ് മൈൻഡ് അവരിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് അവർ കണക്കുകൂട്ടി. കെൻ ഇവേഴ്സണൽ കമ്പനിയുടെ സിഇഒ ആയ അലൻ വാട്സൽ അറിയപ്പെടുന്നത് തന്നെ ഇത്തരം ഡിബേറ്റുകളുടെ പേരിലാണ്. അദ്ദേഹം കമ്പനിയുടെ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് ഇത്തരം ഡിബേറ്റുകളും ചൂടുപിടിച്ച ചർച്ചകളും നടത്തുക പതിവായിരുന്നു. അവസാന ഭാഗത്ത് കോളിൻസ് പറയുന്നു, ഇത്തരം ഗുഡ് ടു ഗ്രേറ്റ് കമ്പനികൾക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, ആരെയും കുറ്റപ്പെടുത്താതെ അവ നഷ്ടങ്ങളുടെ ആഴത്തിലുള്ള പഠനം നടത്തിയ ശേഷം അവയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകും എന്നുള്ളതാണ്. കോളിൻസ് കണ്ടെത്തിയ മറ്റൊരു വസ്തുത, ഇത്തരം കമ്പനികൾ പലതരത്തിലുള്ള റെഡ് ഫ്ലാഗ് മെക്കാനിസം ഉപയോഗിച്ച് ജോലിക്കാരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ അവരെ സഹായിക്കുന്നു. ഇതുകൂടാതെ ഇത്തരം കമ്പനികൾ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് തങ്ങൾ വിജയം നേടും എന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നു. പുറം കാഴ്ചകൾ മോശമാണെങ്കിൽ കൂടി അവ ആത്മവിശ്വാസം കാട്ടാറുണ്ട്. കിംബർലി ക്ലാർക്കിനെയും അതിൻ്റെ സിഇഒ ഡാർവിൻ സ്മിത്തിനെയുമാണ് കോളിൻസ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ആ കമ്പനി പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന പേരുകേട്ട കമ്പനിയുമായാണ് മത്സരിക്കാൻ ശ്രമിച്ചത്. ഇത് ജോലിക്കാരുടെ മനസ്സിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും അതിലൂടെ അവർ വിജയം കൊയ്യുകയും ചെയ്തു. കോളിൻസിന്റെ ടീം റിസർച്ചിലൂടെ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരം കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സ് പരുക്കൻ സത്യങ്ങളോട് പടവെട്ടിയാണ് വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയത്. കമ്പനിയിലുള്ള വിശ്വാസം അവർ മുറുകെ പിടിച്ചു. ഗുഡ് ടു ഗ്രേറ്റ് കമ്പനി കാട്ടിയിരുന്ന ദ്വന്ദ്വ വ്യക്തിത്വം കോളിൻസ് തുറന്നുകാട്ടുകയാണ് ഇവിടെ. അതിനെ സ്റ്റോക്ക്ഡെലെ പാരഡോക്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജിം സ്റ്റോക്ക്ഡെലെ എന്ന അമേരിക്കൻ മിലിറ്ററി ഓഫീസ് വിയറ്റ്നാം യുദ്ധ തടവുകാർക്കിടയിൽ പെട്ടുപോയ കഥ കോളിൻസ് സൂചിപ്പിക്കുന്നു. സ്റ്റോക്ക്ഡെലെയ്ക്കും സഹതടവുകാർക്കും കിട്ടിയത് 8 വർഷം തടവായിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം മറ്റുള്ള തടവുകാരെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു. അവരിൽ ആത്മവിശ്വാസം വളർത്തി. ഒടുവിൽ കോളിൻസ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇത്രയും വർഷം പിടിച്ചു നിന്നു എന്ന്. കഥയുടെ അവസാനം വരെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തെറ്റായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയോ ഉടനെ മോചനം കിട്ടുമെന്ന് മറ്റുള്ളവരെ ആശിപ്പിക്കുകയോ ചെയ്തില്ല. ആ കഥയിൽ നിന്നാണ് കോളിൻസ് സ്റ്റോക്ക്ഡെയിൽ പാരഡോക്സ് എന്ന ആശയം കണ്ടെത്തിയത്. അതായത്, ഇന്നിന്റെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് നാളത്തെ വിജയം നേടിയെടുക്കുക.